ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ സൈൻ തരംഗത്തിലൂടെ നീങ്ങുമ്പോൾ സ്പർശരേഖയുടെ ചരിവ് എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. സൈൻ തരംഗം അതിന്റെ പരമാവധി മൂല്യങ്ങളും കുറഞ്ഞ മൂല്യങ്ങളും തമ്മിൽ ഏറ്റക്കുറച്ചു ചെയ്യുന്ന ഒരു മിനുസമാർന്ന ആവർത്തിതമായ വക്രരേഖയാണ്. ഈ തരംഗത്തിലെ ഓരോ ബിന്ദുവിലും ഞങ്ങൾക്ക് ഒരു സ്പർശരേഖ വരക്കാം. അത് ആ നിമിഷത്തെ മാറ്റത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ ആ ബിന്ദുവിലെ ചരിവ് പ്രതിനിധീകരിക്കുന്നു. x=0 ആരംഭിക്കാം. ഇവിടെ സൈൻ തരംഗം വേഗത്തിൽ ഉയരാൻ തുടങ്ങുമ്പോൾ സ്പർശരേഖയുടെ ചരിവ് ഏറ്റവും ഉയർന്നതാണ്. നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ തരംഗത്തിന്റെ മുകുളത്തിൽ വച്ച് ചരിവ് ക്രമേണ കുറഞ്ഞ് 0 ഇവിടെയാണ് വക്രരേഖ തട്ടുനിന്നിരിക്കുന്നത്. മുകുളത്തിന് അപ്പുറം സൈൻ തരംഗം ഇപ്പോൾ താഴുകയാണെന്ന് കാണിക്കുന്നതിന് ചരിവ് നെഗറ്റീവ് ആകുന്നു. തരംഗത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ചരിവ് വളരെ വേഗത്തിൽ നെഗറ്റീവ് ആണ്. 2 അടുത്തുപോകുമ്പോൾ ചരിവ് വീണ്ടും 0 മാറി പിന്നീട് വീണ്ടും പോസിറ്റീവ് ആകുന്നു. ഇത് ചക്രം പൂർത്തിയാക്കുന്നു. സ്പർശരേഖ സൈൻ തരംഗത്തിന്റെ പെരുമാറ്റത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും സൈൻ തരംഗത്തിന്റെ ആവർത്തിത സ്വഭാവത്തെയും ഈ തുടർച്ചയായ ചരിവ് മാറ്റം മനോഹരമായി വിശദീകരിക്കുന്നു. കണ്ടതിന് നന്ദി.